അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകാനാണ് സാധ്യത. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യത ഉണ്ട് എന്നതാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും ആക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും എന്നതാണ് ഇറാന്റെ മറുപടി. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, തീർച്ചയായും ഈ സന്ദർശനം ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ ഇറാന് പിന്തുണ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. അങ്ങനെയുള്ള ചൈനയിലെ ഷീ ജിൻപിങ്ങുമായാണ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്താൻ പോകുന്നത് എന്നാണ് വിവരമുള്ളത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക. അതിനുശേഷം നാളെ മുതലായിരിക്കും ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് വിവരം ലഭിക്കുന്നത്. നാളെയും മറ്റന്നാളും ട്രംപിന്റെ ചൈനീസ് സന്ദർശനം തുടരും. അതിനുശേഷം മറ്റന്നാളായിരിക്കും അദ്ദേഹം തിരിച്ച് US-ലേക്ക് യാത്ര തിരിക്കുക. ഇപ്പോൾ അദ്ദേഹം ചൈനയിലേക്കുള്ള യാത്രയിലാണ്. ഒരു നീണ്ട യാത്രയാണ്. ഇന്ന് രാത്രിയോടെ ചൈനയിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചന. ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ട്രംപ് വ്യക്തമാക്കിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് താൻ ഒരു ദീർഘനേര ചർച്ച ഇറാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നടത്തും. ഇപ്പോൾ ഷീ ജിൻപിങ്ങിന് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനാകും. അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്താണ് എന്നെല്ലാം ട്രംപ് മാധ്യമങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ ട്രംപിൻ്റെ മറ്റൊരു പരാമർശം US-ൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഗ്യാസ് പ്രൈസ് റൈസിനെ പറ്റിയിട്ടാണ്. അതായത് റിപ്പോർട്ടർമാർ ട്രംപിനെ പറ്റി ചോദിച്ചത് ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരുന്നത് കാരണം ഈ ഗ്യാസ് പ്രൈസ് വർധനവിൽ താങ്കൾക്ക് ആശങ്കയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ തൻ്റെ നിലവിലെ ലക്ഷ്യം ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഗ്യാസ് പ്രൈസ് ഒന്നും തന്നെ ബോദർ ചെയ്യുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ അമേരിക്കയിൽ ഒരു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അതായത് വലിയ തരത്തിലുള്ള ഒരു എണ്ണവില വർധനവ് ഇപ്പോൾ അമേരിക്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ യുദ്ധത്തിൽ മാത്രമാണ് തൻ്റെ ശ്രദ്ധ എന്ന് പരാമർശിച്ച ട്രംപിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ പല തലങ്ങളിലായിട്ട് മുഴങ്ങി വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ചൈനയിലെത്തിയതിന് ശേഷം ഇതിനോടുള്ള അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പ്രധാനമായിട്ടും ചൈനീസ് സന്ദർശനത്തിന് പിന്നിലുള്ള ഉദ്ദേശം ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മാത്രമല്ല, തായ്വാൻ വിഷയം ഒരു മുഖ്യ ചർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ AI വിഷയം, അതുപോലെ ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഒരു ട്രാൻസ്മിഷൻ, പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യാപാര വിഷയങ്ങൾ, ചൈനയുമായിട്ട് ഒരു വ്യാപാര യുദ്ധമടക്കം അമേരിക്കയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എലോൺ മസ്ക്, അതുപോലെ ടിം കുക്ക്, പിന്നെ ബോയിങ് വിമാനത്തിന്റെ CEO, ഇവരെ എല്ലാവരെയും ട്രംപിനോടൊപ്പം തന്നെ ചൈനയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചൈനയിൽ എത്തിച്ചേരും എന്നാണ് വിവരം ലഭിക്കുന്നത്. അപ്പോൾ പല സുപ്രധാനമായിട്ടുള്ള കരാറുകളിലും ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ട്രംപ് ഒരു വീണ്ടും യുദ്ധം ആരംഭിക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകളും പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. ട്രംപുമായിട്ട് അടുത്ത വൃത്തങ്ങളാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇറാൻ പുതിയൊരു സമ്മർദ്ദ തന്ത്രം കൂടി പുറത്തെടുക്കുന്നത് നമുക്ക് കാണാനാകും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ യുറേനിയം വിഷയം ഒരു മുഖ്യ ആയുധമാക്കിയിട്ടാണ്. ഇറാൻ ഏതാണ്ട് 60% മുകളിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്ന് കാണിച്ചാണ് ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചു വെച്ചത്. എന്നാൽ തങ്ങൾക്കെതിരെ വീണ്ടും ഒരു ആക്രമണം നടത്തിയാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് 90% മുകളിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഇറാന്റെ ഒരു ഭീഷണി. ഇറാന്റെ ഒരു പാർലമെന്റ് അംഗമാണ് ഇത്തരമൊരു ഭീഷണി മുഴക്കിയത്. എന്തായാലും ഇതും തീർച്ചയായിട്ടും US-നെയും അതുപോലെ ഇസ്രായേലിനെയും അടക്കം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇസ്രായേലിൽ നിന്നുള്ള ചില വിവരങ്ങളെന്ന് പറയുന്നത് അമേരിക്ക ഇറാനുമായിട്ട് അവർക്ക് സ്വീകാര്യമല്ലാത്ത, അതായത് ഇസ്രായേലിന് സ്വീകാര്യമല്ലാത്ത ഒരു കരാറിൽ ഒപ്പിടുമോ എന്നുള്ള ആശങ്ക ഇസ്രായേലിനകത്തും നിലനിൽക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെയാണ് നിർണായകമായ കൂടിക്കാഴ്ച. അതും ലോക നേതാക്കളിൽ ഏറ്റവും പ്രമുഖരായ രണ്ടുപേർ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നത് ലോക ശ്രദ്ധയും ആകർഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക്, എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഷീ ജിൻപിങ്ങും ഒപ്പം ട്രംപും
ചർച്ച ചെയ്യുക എന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. അതേസമയം ഈ യുദ്ധത്തിന്റെ വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെയും ബാധിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാകുന്നത്.